നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത മൂന്നാമത്തെ ബലാത്സംഗ കേസിൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. പരാതിക്കാരി സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ വ്യക്തമായ തെളിവുകൾ പോലീസിന് കൈമാറിയതായാണ് വിവരം. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഈ കേസ് കൂടുതൽ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് വില കൂടിയ വാച്ചുകൾ, വസ്ത്രങ്ങൾ, ചെരുപ്പുകൾ, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയവ വാങ്ങി നൽകിയതായി പരാതിക്കാരി മൊഴി നൽകിയിരിക്കുകയാണ്. ചെരുപ്പ് വാങ്ങാൻ മാത്രമായി 10,000 രൂപ UPI വഴി കൈമാറിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് യുവതി കൈമാറിയിട്ടുണ്ട്. പത്തനംതിട്ട ജില്ലക്കാരിയായ യുവതി ഗർഭസ്ഥ ശിശുവിന്റെ സാമ്പിൾ ശേഖരിച്ച് സൂക്ഷിച്ച കേസായതിനാൽ MLA-ക്കെതിരെ ഉടൻ ജാമ്യം ലഭിക്കുമോ എന്ന കാര്യമാണ് നിയമവൃത്തങ്ങൾ ഉറ്റുനോക്കുന്നത്. വിദേശത്തുള്ള പരാതിക്കാരി ഇമെയിൽ വഴിയാണ് ബലാത്സംഗവും ഗർഭചിത്രവും ആരോപിച്ച് പരാതി നൽകിയത്. വീഡിയോ കോൺഫറൻസിലൂടെ പ്രത്യേക അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നു പുലർച്ചെ പാലക്കാട് ഹോട്ടലിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത്. വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിട്ട സമയത്താണ് സാമൂഹിക മാധ്യമത്തിലൂടെ രാഹുലിനെ യുവതി പരിചയപ്പെടുന്നത്. പ്രണയം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിച്ച് രാഹുൽ കുഞ്ഞു വേണമെന്ന് നിർബന്ധിച്ചെന്നും യുവതി പരാതിയിൽ പറയുന്നു. ഹോട്ടലിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയായെന്നാണ് യുവതിയുടെ ആരോപണം. ഗർഭിണിയാണെന്ന് അറിയിച്ചപ്പോൾ അസഭ്യ വർഷവും അപമാനവും ഭീഷണിയും നേരിട്ടുവെന്നും പറയുന്നു. DNA പരിശോധനയ്ക്ക് രാഹുൽ സഹകരിച്ചില്ലെന്നും ഗർഭചിത്രത്തിന് കടുത്ത സമ്മർദ്ദം ചെലുത്തിയെന്നുമാണ് യുവതിയുടെ മൊഴി. പിന്നീട് സാമ്പത്തിക സഹായം വാങ്ങുകയും പരാതി നൽകുമെന്ന് മനസ്സിലാക്കിയപ്പോൾ കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് വരെ ഭീഷണിപ്പെടുത്തിയെന്നും പരാതിയിൽ പറയുന്നു. സാമ്പത്തിക തെളിവുകൾ, ഡിജിറ്റൽ രേഖകൾ, മെഡിക്കൽ വിവരങ്ങൾ എന്നിവയെല്ലാം ചേർന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് കൂടുതൽ ശക്തമാണ്. നിയമത്തിന്റെ നീണ്ട കൈകൾ രാഷ്ട്രീയ സ്വാധീനങ്ങൾക്കപ്പുറത്തേക്ക് നീങ്ങുമോ എന്നാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത്.